പോയാ വണ്ടി ഓടേ ഒരു ഒറ്റ ഓർമ്മ തന്നോണ്ടല്ലോ നീ എന്താ കാണിച്ചത് പരിപാടി? എടാ അവന്മാര് പോലീസ് ഒന്നും ഉണ്ടില്ലേ? നീ പോലീസ് ഒന്ന് പറഞ്ഞേ. എടാ അവന്മാര് പിടിച്ചോണ്ട് പോകത്തില്ലേ? നമ്മളൊന്നും പിടിച്ചില്ലല്ലേ? എടാ അതിപ്പോ പോലീസിനെ കണ്ട എനിക്ക് പണ്ടേ പേടിയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഓർക്കത്തെ പേടി അവൻ മിസ്സായല്ലേ? പറയുമ്പോൾ അവന്മാര് മിസ്സായല്ലേ? പിടിക്കാൻ വേണ്ടി നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം. എപ്പോ പോയാലും എന്തെങ്കിലും ഒരു ദുഷ്മനം ഉണ്ടാവും. ആ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ പോയി. നമുക്കൊരു പിന്നെ നല്ലൊരു ചാൻസ് ആയാലും പോയത് പോയി. പിന്നെ നമുക്കിനി അടുത്ത പ്രാവശ്യം പിടിക്കാം. പക്ഷെ അവനൊരു കിടിലം പണി കൊടുത്താൽ പറ്റുമോ? നമുക്ക് അടുത്ത മിസ്സാകരുത്. ഇനി മിസ്സാവത്തില്ല. ബാ പോവല്ല. ജസ്റ്റ് മിസ്സായിരുന്നു. കയ്യെത്താൻ ദൂരത്തുനിന്നല്ല മിസ്സായി പോയത്. സെലോമാര് വണ്ടിന്ന് ഇറങ്ങി ഓടിയില്ലായിരുന്നെങ്കിൽ എപ്പോഴാണ് പിടിക്കായിരുന്നു. എടാ നീ കണ്ടല്ലേ അവിടെ പോലീസ് വന്നത്? പോലീസ് എന്ന് പറഞ്ഞു വണ്ടിന്ന് ഇറങ്ങി ഓടുന്ന ഒരാൾ ആദ്യമായിട്ടാണ് എന്റെ അപ്പ. എടാ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലായിരുന്നു, അവിടെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ അറിയാതൊക്കെ സംഭവിച്ചു പോയി. നീ ഇപ്പൊ ആ പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അവനെ പിടിക്കായിരുന്നല്ലേ? നീ എന്താന്ന് പറയാത്തത്? എന്തൊക്കെ പറഞ്ഞാലും അളിയാ, നീ കാരണം മിസ്സായത്. ഓ ഇനി എല്ലാം കൂടെ എന്റെ തലയെ കൊണ്ടുപോയി. ഏത് നേരത്തൊന്നും അവനെ വിളിച്ചോണ്ട് കുപ്പി എടുക്കാൻ വേണ്ടി പോകാൻ തോന്നിയത്? അത് നമ്മൾ ഈ ഒരു മിനറൽ വാട്ടർ വാങ്ങിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. നീ അത് വിട്. നീ അവന് പണി കൊടുക്കുന്ന കാര്യം വല്ലോണ്ട് ഞാൻ ആലോചിക്കും. എനിക്ക് വയ്യ, നീ എന്നെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി ആ ജോമോനെ വിളിച്ചിട്ടുണ്ടോ? അവന്റെ തലയിൽ നിങ്ങൾ തോന്നാതെ ഇരിക്കില്ല. ഞാൻ എന്തിനാ വിളിച്ചിട്ട് വരാം. നിങ്ങളിത് കുറെ നേരമല്ലേ എന്റെ മുമ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്? എന്തിനാലോചിക്കുന്നത്? എടാ അവന് പണി കൊടുക്കണ്ടേ? ആർക്ക്? എടാ അഖിൽശിവന്. അവനെന്തിനാണ് പണി കൊടുക്കുന്നത്? അത് നീ ഇല്ലായിരുന്നല്ലേ? എടാ ഇന്നലെ നീ ആ ജബ്ബാറിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലേ? അതിനുശേഷം ഞാനും ജോമോനും കൊണ്ട് അവന്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് ആ ഗോഡ്സം വന്ന് വണ്ടിയും കൊണ്ട് വഴിയെ കൊണ്ട് നിർത്തിയിട്ട് സംസാരിച്ചോണ്ടിരുന്നത്. എന്നിട്ട് തന്നെ നോക്കിയപ്പോ അവൻ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നു. അവൻ ആ അഖിൽശിവൻ. എന്നിട്ട് എന്തോ ഉടായിപ്പ് മണക്കണം കണ്ടിട്ട് ഞാനും നമ്മൾ മൂന്നുപേരും കൂടെ വണ്ടിയിൽ അവനെ ചേസ് ചെയ്യാൻ പോയി. അവസാനം വഴിയിൽ വെച്ച് പോലീസ് വന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ അവൻ മിസ്സായി. അങ്ങനെ ലൈനെ വല്ലതും കാണാൻ പോയതായിരിക്കും. നിങ്ങൾ എന്തിനാ അങ്ങനെ ഫോളോ ചെയ്യാൻ പോയത്? അതിന് അവന്റെ ലൈൻ ഉണ്ടോ? കൊള്ളാം, 10-50 ലൈനൊക്കെ ഉണ്ട്. ഒരാൾക്ക് 50 ലൈനാ? എന്തോന്നോടെ പറയുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ 24 മണിക്കൂറും ചാറ്റിങ്ങാ. പാതിരാത്രിയും വെളുപ്പം അങ്ങനത്തെ ഇല്ല. സംശയം എങ്ങനെ അക്കൗണ്ടിൽ കയറി നോക്ക്, ഫോളോവേഴ്സ് മൊത്തം പെമ്പിള്ളാരാ. ഈടാ കില്ലാടി രാമ. അപ്പൊ ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവന്റെ കൂടെ ആയി മൊത്തം അല്ലേ? എന്നാലും ഈ ജോമാനെ വിളിക്കാൻ പോയ ഗോഡ്സൺ എവിടെ പോയി? അവനെ കാണുന്നില്ലല്ലേ? നിന്നെയൊക്കെ നോക്കി എത്ര നേരമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് അവനെ വിളിക്കുക എത്ര സമയം? അതല്ലേ ഇവന്തോ പള്ളിയിൽ തബല എന്തോ വായിക്കാൻ പോയിരുന്നു. പള്ളിയിൽ തബലേ? എന്തോന്നടേ തബല അല്ലടാ, ഇയാനാ വായിക്കാൻ പോയത്. എന്താ കിട്ടി? അവനെന്താ പ്രേമരോഗിയാണെന്നാ തോന്നുന്നത്. പ്രേമരോഗിയാ? ലൈന ആർക്ക്? നീ എന്താടേ പറയണത്? ആടാ അന്ന് അവൻ പോയതേ ഉടായ്പൊന്നും അല്ലായിരുന്നു. അവൻ ഏതോ പെണ്ണിനെ കണ്ടാ കാണാൻ പോയതാണ്. അവന് ഇൻസ്റ്റാഗ്രാം വഴി എന്തോ 10-50 ലൈൻ ഉണ്ടെന്നാ എന്നൊക്കെ പറയുന്നു. ഇത് നീ എങ്ങനെ കണ്ടുപിടിച്ച്? അവനോട് പേര് അവൻ പറയുന്നു. അവനൊന്ന് ഇൻസ്റ്റാഗ്രാം വഴി ഒരുപാട് പെമ്പിളരെ പറ്റി ഭയങ്കര ചാറ്റിംഗ് ആണ്, 19 ലൈൻ ഉണ്ടെന്നൊക്കെ. പാതിരാത്രി തുടങ്ങിയ വെളുപ്പാങ്കാലം വരെ ചാറ്റിംഗ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അത് ശരി, ഇൻസ്റ്റാഗ്രാം വഴിയാണ് തട്ടിപ്പ് അല്ലേ? അപ്പൊ ഒരു പണി കൊടുത്താലോ? ഇന്നല്ലേടാ ഇന്നലെ പോലെ നമ്മളിവിടെ തലവഴിഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. നീ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. അതെ, നമുക്ക് ഇതുവഴി ഒരു പണി കൊടുത്താലോ? ഇതുപോലെ പണി കൊടുക്കാൻ ഇല്ല, ഫോണ് വിളിച്ച് തെറി പറയും. അതൊന്നും അല്ല,
ഇൻസ്റ്റാഗ്രാം നമ്മളൊരു ഫേക്ക് ഐഡി തുറന്നു, ഒരു പെണ്ണിന്റെ പേര് വെച്ച് അവന് നമ്മൾ റിക്വസ്റ്റ് ഇടുന്നു, അവൻ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ ചാറ്റ് ചെയ്യുന്നു. ചാറ്റ് ചെയ്തിട്ട് ചേട്ടാ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാറ്റ് ചെയ്യുന്നു, അവനെ വിളിച്ചു വരുന്നു, പറ്റിക്കുന്നു. സോ സിമ്പിൾ. എങ്ങനെയുണ്ട്? സംഗതി ഐഡിയ തന്നെയാണ്. പക്ഷെ ഈ ഫേക്ക് ഐഡിയിലൊക്കെ അവൻ വീഴൂ. എപ്പ വീണെന്ന് വെച്ചാൽ മതി, 4 കാലി വീഴും. അവളെയല്ല, അവളുടെ അമ്മേനെ വരെ അവൻ വളയ്ക്കും. അവളുടെ അമ്മേനെ വളയ്ക്കാൻ അവളെല്ലാം ചാറ്റ് ചെയ്യുന്നത്, നമ്മളല്ലേ ചാറ്റ് ചെയ്യുന്നത്. പിന്നെ പൊന്നോ, അവര് ഗുമ്മിന് പറഞ്ഞതാണ് പൊട്ട. അതൊക്കെ വിടും, നീ പറ എങ്ങനെയാ. നമുക്ക് ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നീ ഫോണും എടുക്കും. എവിടെയടേ? നിന്റെ അക്കൗണ്ട് എടുക്കണ്ടോ? ആദ്യത്തെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കിടിലം കാര്യമാണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ദേവിക, സന്ധ്യ, ലക്ഷ്മി, ഏതെങ്കിലും നല്ല ഒരെണ്ണം പറയടാ, കേൾക്കുന്ന ഇങ്ങനെ. എടാ ഹിന്ദിക്കാരുടെ പേരിട്ടാ മതി, ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യ പിടി. നോർത്ത് ഇന്ത്യ നല്ല പരിചയം. പൂജ നല്ല പേരല്ലേ? ഇവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് എല്ലാം ഐഡി പിങ്കി, പൂജ പിങ്കി, അത് പൊളി. പൂജ അണ്ടർസ്കോർ പിങ്കി ഫിക്സ്. അപ്പൊ പൂജ പിങ്കി ഫിക്സ്. ഓക്കെ, ഇനി സ്ഥലം പറ. കാട്ടാക്കട. അയ്യോ നീ ഒന്ന് പറ. വേറെ വല്ലതും പറയടേ, നല്ല സ്ഥലം പറ. പൂജ പിങ്കി, അപ്പൊ മാച്ച് ആവുന്ന ഒരു സ്ഥലം വേണം. പഞ്ചാബ്. പൂജ പഞ്ചാബ്. ഓക്കെ ഓക്കെയാണോ? കുഴപ്പമില്ലല്ലേ? പൂജ പട്ടായ, ബീഹാർ, പട്ടായ. വേറെ 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 ആസാം, ഹരിയാന. ആസാം തമ്മിലൊന്നും വീട്. ഹരിയാന. അപ്പൊ ഹരിയാന ഫിക്സ്ഡ്. ഓക്കെ, ഇനി അവന്റെ പ്രൊഫൈൽ എടുത്തേ, അവന്റെ പ്രൊഫൈൽ നമുക്ക് സെർച്ച് ചെയ്തും. എന്റെ പേരെന്താ പറയാ? അവന്റെ പേരെന്തായിരുന്നു? നോക്ക്, അതിൽ കാണും. അതാ കിട്ടിയല്ലേ അവന്റെ. നല്ല കിടപ്പുണ്ട്. ഇത് ആരുടെ പടയപ്പോ? നീ റിക്വസ്റ്റ് ഫോളോ ഇടുക അവന്. കൊടുത്തു. ഇതേത് കുട്ടി കൊള്ളാലോ കാണാൻ. പൂജ പിങ്കി, ഇനി ഹിന്ദിക്കാരിയാണോ? ചെറുക്കം പൊളിയാണല്ലേ? ഞാൻ പറഞ്ഞില്ലേ. അവന്റെ മെസ്സേജും വന്നു. ചക്കര ഇതാരാ? ആദ്യമേ തുടങ്ങിയിട്ട് ചക്കര. വെറും കോഴിയല്ല, കാട്ടുകോഴി. കോഴി കഞ്ഞി വെച്ചായിരിക്കും തെണ്ടി. വീഡിയോ കോൾ വിളിക്കുമോ? വീഡിയോ കോൾ വിളിക്കുമോ? വീഡിയോ കോൾ കാണിച്ചു കൊടുക്കാം ഞാൻ. കാട്ടുകോഴി ആരുടെ വെറും കോഴിത്തരാണ്.